ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തരും സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നു. അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ലൈവൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ടത്തേക്ക് ഉണ്ടാക്കി. അതിന് ശേഷമാണ് വന്നത്. ഇപ്പോൾ സമയം 9:30 ആയി. ഇനി പെട്ടെന്ന് ചെയ്തിട്ട് ഇനി അവനെ പിടിച്ച് കിടത്താൻ നോക്കണം. വേറെ കുറച്ച് ജോലികളുണ്ട്. അപ്പോൾ എന്താ, ലൈവിന് കുറച്ച് പേരൊക്കെ വന്നു. ഒത്തിരി സന്തോഷം വന്നവരെല്ലാം. പിന്നെന്താ, അപ്പോൾ കഴിഞ്ഞ ദിവസമേ ഞാനില്ലേ അപ്പം ഉണ്ടാക്കിയുണ്ടേ. ഞാൻ പറഞ്ഞില്ലേ ഈ ദോശക്കല്ലിൽ ഉണ്ടാക്കിയെടുക്കുന്ന അത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ മായക്കുട്ടി പറഞ്ഞായിരുന്നു, ചേച്ചി ദോശക്കല്ലിൽ ഉണ്ടാക്കുന്നത് വെള്ളയപ്പം, മറ്റേത് പാലപ്പമാണ്. എനിക്കത് അറിയാം. ഞാൻ പറഞ്ഞത് ഈ മാവ് കൊണ്ട് തന്നെ നമ്മളിൽ പെട്ടെന്നുള്ള പരിപാടിക്ക് വേണ്ടി ഈ പാലപ്പം വെച്ച് സമയം എടുക്കുമല്ലേ, അങ്ങനെ കറക്കി കറക്കി ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ദോശക്കല്ലിലൂടെ ഉണ്ടാക്കാമെന്നുള്ള രീതിയിൽ ഉണ്ടാക്കുവാണെങ്കിൽ ഈ മാവ് വെച്ച് തന്നെ അതവർക്ക് ഇഷ്ടമല്ല. ആഗ്രഹം ഞാൻ പറഞ്ഞത് കേട്ടില്ല, പറഞ്ഞുകൊണ്ട് പകുതിയേ പറഞ്ഞുള്ളൂ. വെള്ളയപ്പത്തിൻ്റെ അകത്ത് നമ്മൾ പിന്നെ ഇച്ചിരി ജീരകവും ചിലർ വെളുത്തുള്ളി അരയ്ക്കും, ചുവന്നുള്ളി അങ്ങനെയൊക്കെ അരച്ചുള്ളതല്ലേ വെള്ളയപ്പം. ഇത് പാലപ്പം. അതെനിക്കറിയാമായിരുന്നു. ഇവർക്കതാ ഇഷ്ടമെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോയാണ്. അന്നത്തെ ദിവസം എനിക്ക് ഈ പ്രോൺസൊക്കെ ഞാൻ ഓർഡർ പ്രകാരം എടുത്തു. കാരണം ഇത്രയും അന്യായ വില കൊടുത്ത് ഇപ്പം പ്രോൺസിന് വിലയുമായി. എന്നിട്ട് ഞാൻ പഴയ റേറ്റിലാണ് അവർക്ക് പറഞ്ഞതും. അയലയ്ക്ക് തന്നെ 400-ഉം 500-ഉം രൂപയൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ പ്രോൺസ് അങ്ങനെ ഇട്ട് വെക്കത്തില്ല. അതുകൊണ്ട് ആൾക്കാർ എത്ര വേണമെന്ന് പറഞ്ഞ് അവരുടെ ഓർഡർ കിട്ടിയിട്ട് അതിന് ശേഷം മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. അന്നേരം ഒരാൾക്ക് പ്രോൺസും വേണമായിരുന്നു, ചിക്കൻ വേണം. ഈ ചിക്കനും എൻ്റെ കയ്യിൽ നിന്ന് കൂടുതലും പോകുന്നത് ബീഫും മീനുമാണ്. മീനിപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ആകെ ഒരു ഇതിലിരിക്കുക. ബീഫ് ശരിക്കും പോയി. ചിക്കൻ അങ്ങനെ കുറച്ചേ പോകത്തുള്ളൂ. ചിക്കൻ വാങ്ങിക്കുന്നതെന്ന് പറയുന്നത് ഈ ഗുജറാത്ത്, അഹമ്മദാബാദ് അങ്ങനെയുള്ള സൈഡിൽ അവർ ബീഫ് അങ്ങനെ കൂടുതൽ ആൾക്കാർ, നമ്മുടെ മലയാളികളാണെങ്കിലും ബീഫ് അങ്ങനെ അവർ കൂട്ടാറില്ല. കാരണം അവിടെ ബാൻ ചെയ്തേക്കുമല്ലേ ബീഫ്. അതുകൊണ്ട് അവരങ്ങനെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട്, അവൾ ഗുജറാത്തിൽ ജനിച്ചു വന്നിരുന്നു, ഇവിടെ ബോംബെയിൽ ജോലിയെന്ന് തോന്നി. അപ്പം ബീഫ് ഇഷ്ടമല്ലേ, മീനാണ് കൂടുതലും വാങ്ങിക്കുന്നത്. പിന്നെ ഗതികെട്ട് മീനില്ലാഞ്ഞപ്പം ചിക്കൻ വാങ്ങിച്ചതേ ഉള്ളൂ. ബീഫ് അവർ കൈ കൊണ്ട് തുടത്തോലും ഇല്ലെന്നുള്ളത്. കാരണം അവർ കഴിക്കാതിരുന്നതിൻ്റെ ആയിരിക്കാം. ആ കൊച്ചിൻ്റെ പേരൻസും കഴിക്കത്തില്ലെന്ന് തോന്നുന്നു. അങ്ങനെ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതുകൊണ്ട് ഞാൻ അതാ പറഞ്ഞത്, ഇത് രണ്ടും ഞാൻ ഇങ്ങനെ ഓർഡർ പ്രകാരം എടുത്തുള്ളൂ. ചിക്കൻ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വാങ്ങിക്കത്തുള്ളത്. കൂടുതലും നമ്മുടെ പോകുന്നത് ബീഫും മീനുമാണ്. മീനും ഇപ്പോൾ ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട്, പക്ഷേ കിട്ടുന്നില്ല. ഇന്നിപ്പോൾ ഇച്ചിരി മീൻ കൊടുത്ത് അർജൻ്റ് ആയതുകൊണ്ട് അതിപ്പം എത്രയും കിട്ടുന്നതെന്ന് അറിയത്തില്ല. അതിൽ നിന്ന് കുഞ്ഞു മീനാകുമ്പോൾ നമുക്ക് ഒത്തിരി നഷ്ടവുമാണ്. വലിയൊരു മീനാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, അതിൽ നിന്ന് തലയൊക്കെ കുറച്ചല്ല. ഇതാകുമ്പോൾ എല്ലാത്തിൻ്റെയും തലയും പോയി എല്ലാം പോയിട്ട് വരുമ്പോൾ നഷ്ടമാണ് നമുക്ക്. ഓക്കെ, അപ്പോഴേ നിങ്ങളാരും എന്നെ ഇത് ഇഷ്ടപ്പെടാത്തവരാരേലും ഉണ്ടെങ്കിൽ എന്നെ അടിക്കല്ലേ, എന്നെ വഴക്ക് പറയല്ലേ. എന്തുവാന്നോ, ഞാനൊരു ദിവസം കുറേ നാളായി ഈ സംഭവം ഞാനത് നിങ്ങളോട് പറയണമെന്ന് പറഞ്ഞിട്ട് മറന്നുപോയി. യൂട്യൂബിലായിരുന്നോ എവിടോ ഒരു ക്വസ്റ്റ്യൻ, രാത്രിയിൽ ഏത് സമയത്തും സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് ഇറങ്ങി നടക്കാവുന്ന സ്ഥലം എവിടാണെന്നുള്ളത്. അപ്പോൾ അതിനകത്ത് കുറേ പേര് കമൻറ്റ് കുറേ സ്ഥലത്തിൻ്റെ, അതിൽ ഭൂരിഭാഗം പേരും മുംബൈ ആണ് ഇട്ടത് കേട്ടോ. ശരിയാ, ഞാൻ ഇപ്പം നമ്മുടെ നാട്ടിലത്തേനേക്കാൾ സുരക്ഷിതയൊക്കെ നമ്മുടെ മുംബൈയിലൊക്കെ ഉണ്ട്. നമ്മൾ ഏത് പാതിരാത്രിക്കാണ്, ഇവിടെ ആണെങ്കിൽ 11 മണിയാണെങ്കിലും 12 മണിയാണെങ്കിലും ഒരു സ്ത്രീ തന്നെ പോയാൽ ആരും ഒന്നും പേടിക്കണ്ട. ഇതിപ്പോൾ ചിലർക്ക് കേൾക്കുമ്പോൾ ചിന്തിക്കുമോ പിന്നെ എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്ന്. നടക്കാത്ത സംഭവങ്ങൾ ഒന്നും നടക്കാത്ത സ്ഥലമില്ല. പക്ഷേ എന്നിട്ട് ചിലർ ഭോപ്പാലും ഓരോരുത്തരും അവരുടേതായ സ്ഥലങ്ങൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. സ്ത്രീകൾക്ക് പേടിക്കാതെ നടക്കാൻ പറ്റും, അങ്ങനെ. എന്നിട്ട് കേരളം പറഞ്ഞുകൊണ്ട് അതിൻ്റെ താഴെ ചെന്ന് നെഗറ്റീവ് പറഞ്ഞവരുണ്ട്. പിന്നെ കേരളത്തിൽ നടക്കാൻ എന്തെല്ലാമോ നടക്കുന്നത് അതായതെന്ന്. പക്ഷെ അതിൽ ഞാൻ കമൻറ്റ് മൊത്തവും വീഡിയോ കാണുന്നതിനേക്കാൾ ഞാൻ കമൻറ്റാണ് വായിച്ചത്. കമൻറ്റിൽ കൂടുതലും പറഞ്ഞേക്കുന്നത് മുംബൈ കേട്ടോ. നിങ്ങൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നെ ആരും വഴക്ക് പറയല്ല. പിന്നെ നിങ്ങൾ മുംബൈയിലായതുകൊണ്ടാണോ മുംബൈ പറഞ്ഞതെന്ന് പറയില്ല കേട്ടോ. ഓക്കെ, ഇത് ഞാനിത് പറയാൻ പറ്റുന്നത് കേട്ടോ. ഞാൻ പിറ്റേന്നേ ഞാനത് വീഡിയോ പറഞ്ഞു, പിന്നെ അങ്ങ് മറന്നുപോയി. ഇങ്ങനെ പല കാര്യങ്ങളും ഞാൻ നാളെ വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിരിക്കും, പക്ഷെ അങ്ങ് മറന്നുപോകും. അങ്ങനെ ഇപ്പോൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കഴിയുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഓർക്കുന്നത്, അന്നേരമായിരിക്കും വന്ന് വീണ്ടും പറയുന്നത്.
ഓക്കെ, ഞാൻ പോവാം കേട്ടോ. അന്നേരം ഞാൻ രാവിലെ ഇന്ന് പാസ്ത ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുക്കറിലായിരുന്നു പാസ്ത ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവന് ടിഫിന് കൊണ്ടുകൊണ്ടിട്ടായതുകൊണ്ട് ഇപ്പോൾ ഈ കുക്കറിൽ ഉണ്ടാക്കുന്നതാകുമ്പോൾ ഇച്ചിരി ചിക്കടായിട്ട് ഇങ്ങനെ പിടിച്ച് ഇരിക്കും. അതുകൊണ്ട് ഞാൻ ഇനിയും എന്നാൽ ഇങ്ങനെ സെപ്പറേറ്റ് പാത്രത്തിൽ വേവിച്ചിട്ട്, എനിക്കപ്പം ഞാൻ വലിയൊരെണ്ണം എടുത്തത് ഇഡലി പാത്രം എടുത്തേ. അതിൻ്റെ അകത്ത് വെള്ളം തിളച്ചെണ്ണ ഉപ്പൊക്കെ ഇട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് വെള്ളം ഊറ്റി അതിൻ്റെ അകത്ത് പാസ്തയുടെ മുകളിൽ കുറേ പച്ചവെള്ളം ഒഴിക്കുന്നുണ്ട്. ആ സ്റ്റാർച്ച് എല്ലാം അങ്ങ് പോകും, എല്ലാവർക്കും അറിയാമല്ലേ. അപ്പം അധികം ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പം പാസ്ത ഇന്നുണ്ടാക്കുന്ന കണ്ടപ്പോഴത്തേന്, ഇത് ഫ്രൈഡേ ദിവസത്തെ വീഡിയോ ആണ്. അപ്പം പ്രീസ ഇന്ന് എൻ്റെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ടാണോ പാസ്ത ഉണ്ടാക്കുന്നത്? ഞാൻ പറഞ്ഞ അല്ല, അങ്ങ് ഉണ്ടാക്കിയതാണ് ഞാൻ. അപ്പോൾ പാസ്ത ആയതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം ഞാൻ അതിലേക്ക് ഇത്തിരി ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞിട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുക്കട്ടെ. അപ്പം പച്ചക്കറികളൊക്കെ ഞാൻ ഇന്നലെ, പച്ചക്കറികളെന്ന് പറയാനായിട്ട് ഒത്തിരി ഒന്നുമില്ല, ഉള്ളത് ഞാൻ ഇന്നലെ അങ്ങ് വൈകിട്ടേ അങ്ങ് അരിഞ്ഞു വെച്ച്. അപ്പം രാവിലെ അങ്ങ് നമുക്ക് എളുപ്പം ഉണ്ടല്ലേ. ഇപ്പം അവൻ തന്നെ അങ്ങ് ഓട്ടോമാറ്റിക്. ഇപ്പം സാറ്റർഡേ ദിവസമാണെങ്കിൽ നമ്മൾ സാറ്റർഡേ അവധിയാണല്ലേ, അതുകൊണ്ട് ഞാൻ ചിന്തിക്കും ഇച്ചിരി ലേറ്റായിട്ട് എണ്ണിക്കാന്ന്. അന്നേരവും അവൻ ഇങ്ങനെ കുത്തിയിരിക്കും. കറക്റ്റ് സമയമാകുമ്പോൾ അവന് പെട്ടെന്ന് ഓർമ്മ വരത്തില്ല സാറ്റർഡേ ആണെന്നുള്ളത്. പിന്നെ നമ്മളോട് എടാ ഇച്ചിരി കൂടെ കിടന്നോടാ ഇന്ന് സാറ്റർഡേ എന്ന് പറയും. അന്നേരം അവനുടനെ മൊബൈലെടുത്ത് ഗെയിമൊക്കെ കളിക്കാനായിട്ട് പോകും. അതുകൊണ്ട് ആ ദിവസം എനിക്ക് ഈ ഉറങ്ങുന്ന സമയത്ത് ഒന്ന് ഉണർത്തി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറക്കം വരാൻ പ്രയാസമാണ്. ഞാൻ അന്നേരം അവനെ വഴക്കും പറയും, എടാ ഒന്ന് അടങ്ങി കിടന്നുകൂടായിരുന്നോടാ, നിനക്ക് ഒരു ദിവസം അവധിയുള്ള ദിവസം ഒന്ന് നോക്കിയിരുന്ന ഒരു ശനിയാഴ്ച ദിവസത്തേക്കിന്. കാരണം ഈ 5 മണിക്ക് എണ്ണീക്കണ്ടല്ലേ, എന്തോ അതായാലും നമുക്കൊരു 1 മണിക്കൂറോടൊക്കെ കിടന്നിട്ട് എണ്ണീറ്റാൽ പോരെ. അപ്പം ഞാൻ ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, എന്നിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഇതെല്ലാം ഒഴിച്ചിട്ട് ഞാൻ പാസ്തയാണെങ്കിൽ ഊറ്റിയിട്ട് പൈപ്പിൻ്റെ കീഴിൽ കുറേ നേരം വെള്ളത്തിലിങ്ങനെ വെച്ചിരുന്നു. വെള്ളത്തിലല്ല, ഇങ്ങനെ കിഴുത്ത പാത്രം പൈപ്പിൻ്റെ കീഴിൽ ഇങ്ങനെ പിടിച്ച് കുറേ വെള്ളം ഇങ്ങനെ തുറന്ന് വിട്ടു. അപ്പോൾ അതിൻ്റെ അകത്തെ പശപ്പൊക്കെ അങ്ങ് പോയി. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മയോണൈസ് കൂടെ ഒഴിച്ചിട്ട് എടുത്ത്. അപ്പം അവൻ ഇന്ന് ഒരു ബൗളിൻ്റെ അകത്ത് ഒരു ഇച്ചിരി ഇതായതുകൊണ്ട് കഴിക്കാൻ കൊടുത്തോണ്ടേ ആശാനങ്ങ് കഴിച്ചു. വേണമെന്ന് എന്നോട് ഇങ്ങോട്ട് പറയുമായിരുന്നു ഇച്ചിരി താന്ന്. അതൊക്കെ ആകുമ്പോൾ അവർക്ക് ഇഷ്ടമാണ്. അപ്പം ഞാൻ ചോദിച്ചു 5th ടീച്ചർമാർ വന്ന് നോക്കുമോ, മറ്റേത് ജങ്ക് ഫുഡ് ഇന്ന ദിവസമേ കൊണ്ടു ചെല്ലാൻ അനുവാദമുള്ളായിരുന്നു. ടീച്ചർമാർ വന്ന് എല്ലാവരുടെയും ടിഫിൻ നോക്കും. ടിഫിനും പിന്നെ ഈ ടിഫിൻ കഴിക്കാൻ നേരം ടവല് വിരിച്ചിടുമല്ല, ടവല് കൊണ്ടുവന്നില്ലെങ്കിലും അവർക്ക് പണിഷ്മെൻറ്റ് കൊടുക്കും. അവരെ അങ്ങ് ഫ്രണ്ട് ഒരിടത്ത് കൊണ്ടിരുത്തും. ഞാൻ ചോദിച്ചോണ്ടേ പറയുന്നത് ടീച്ചർ വന്ന് നോക്കത്തേ ഇല്ല, ഞങ്ങളുടെ ബ്രേക്ക് ടൈം ആകുമ്പം ടീച്ചർ അങ്ങ് പോകുമെന്ന്. അതുകൊണ്ട് നമ്മൾ എന്തോ കൊടുത്തു വിടുന്നതൊന്നും കുഴപ്പമില്ലെന്ന് തോന്നി. ഇനി അറിയത്തില്ല കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ഉള്ളത്. പാസ്തയൊക്കെ റെഡിയായി. അപ്പോൾ പോളിന് 2 ടിഫിൻ വേണമല്ലേ. ഒരു ടിഫിനിൽ ഞാൻ പാസ്തയും കൊടുത്ത്, ഒരെണ്ണത്തിൻ്റെ അകത്ത് ഇതുപോലെ ഞാൻ പറഞ്ഞ ഈ പിള്ളേർ നേരത്തെ ഈ ശ്രീകണ്ഠ തിന്നത്തില്ലായിരുന്നു. ഇതാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ബദാം മിക്സ് ചേർന്നതാണ്. ഇങ്ങനെ ചെറിയ പീസായിട്ട് ബദാം അതിലുണ്ട്. അന്നേരം ഇടയ്ക്കിടയ്ക്ക് ബദാമൊക്കെ കഴിക്കാം. അതുകൊണ്ട് ഞങ്ങൾ സാമ്പിളിന് വേണ്ടി ഒരു കൊച്ചു ബോട്ടിൽ ആദ്യം വാങ്ങിച്ചത്. അപ്പം 2 അവന്മാർക്കും കൊടുത്ത് 2 അവന്മാർക്കും അത് ഇഷ്ടമായി. ഇടയ്ക്ക് ഇവിടെ വൈകിട്ടെങ്ങാനും കഴിക്കണമെങ്കിലും ഇതൊക്കെ എടുത്ത് കഴിക്കുന്നത് കൊണ്ട് അതങ്ങ് തീർന്നു. പിന്നെ ഇപ്പം പുതിയത് റീച്ച ഇന്നലെ വാങ്ങിച്ചതാണ്. അപ്പം ചായയൊക്കെ റെഡിയായി. അപ്പം ഇനി ഞാൻ ചായയും കൂടെ എടുക്കട്ടെ, എന്നിട്ട് വേണം റീച്ചാനെ വിളിക്കാനായിട്ട്. അന്നേരം ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ട്, പയറുതോര ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ചിന്തിച്ച് ഞാൻ പറഞ്ഞില്ലേ ഇത് ഭയങ്കര ഇഷ്ടമാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. ഈ സവാള ഇങ്ങനെ പച്ചമുളകും സവാളയും കറിവേപ്പില ഇട്ട് വഴറ്റിയതിന് ശേഷം ഈ ടൊമാറ്റോ ഇട്ടിട്ട് 5 മിനിറ്റ് മതി. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് പ്രോൺസിൻ്റെ ചാപ്പ രാവിലെ അവർക്ക് ഓർഡർ ചെയ്തായിരുന്നു. ആ പെണ്ണ് അവൻ്റെ വൈഫ് കൊണ്ട് തന്നിപ്പം മീൻ. അതിനി എനിക്ക് അച്ചാറാണ്. അതുകൊണ്ട് ഞാൻ കറിയൊക്കെ ഇരിപ്പുണ്ട്. ഇവർക്ക് ചപ്പാത്തിക്കുള്ളതും കറിയൊക്കെ ഉണ്ട്, കൂട്ടാനൊക്കെ ആയായിരുന്നു. അപ്പോൾ എനിക്കൊരു ഓസ്രാളക്കൂട്ട് ഉണ്ടാക്കിയതാണ് പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട്. ഇത് ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ വേറൊരു കൂട്ടാൻ്റെ ആവശ്യമേ ഇല്ല. ഇച്ചിരി
ഇതുകൂടി ഇട്ട് നല്ല ചപ്പാത്തിക്കും എനിക്ക് മറ്റേ ടൊമാറ്റോ ചട്നിയേക്കാൾ ഇതാണ് ചപ്പാത്തിക്ക് ഇഷ്ടം. അപ്പോൾ ഞാൻ അതൊന്ന് അടപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ഹൈ ഫ്ലെയിമിലെടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ഉണ്ടാക്കിയെടുക്കുവേ. പോൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, മമ്മി എന്തുവാ ഇപ്പം ഈ കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെയുള്ളത് ഉണ്ടാക്കുന്നത്, അവനത്ര ഇഷ്ടമല്ല ഇത്. ഞാൻ പറഞ്ഞടാ എനിക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാടാ. അപ്പോൾ മീൻ ഇപ്പോൾ കൊണ്ടുവന്ന് പ്രോൺസേ, അപ്പം ഞാൻ അതൊന്ന് എടുത്തിട്ടിനി അതിനിയും ഇപ്പം ഇവിടുത്തെ എല്ലാം ഇതൊന്നും ഒതുങ്ങിയിട്ട് ഇതിൻ്റെ ഈ നൂല് അവരെടുത്ത് കളഞ്ഞുവെങ്കിലും എനിക്ക് ഇനിയും ജോലിയുണ്ട്. അപ്പോൾ അതവർ 1 കിലോയും 1/2 കിലോ 1.5 കിലോയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടെ പ്രോൺസ് ഈ പിള്ളേർക്കൊന്ന് ഈ അച്ചാറിട്ടാലും ടേസ്റ്റ് നോക്കാൻ പോളിന് താല്പര്യമില്ല. ഇത് പിന്നെ നോക്കും. അപ്പോൾ ഇതിൽ ലാസ്റ്റിൽ ഞാൻ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് എല്ലാം ഓഫാക്കി. പിന്നെ തുണികളൊക്കെ കഴുകാനിട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ അവിടെ കിടക്കട്ടെ. എന്നിട്ട് ഞാൻ പോയി മെയിനായിട്ട് ഇതിൻ്റെ ഇനി നൂലിളക്കാൻ പോട്ടെ. ഇതിൻ്റെ അകത്തേ ഇവിടുത്തെ അവർ നൂലെടുത്ത് കളഞ്ഞു കട്ട് ചെയ്തിട്ട്. പക്ഷേ ഞാൻ നോക്കുന്നുണ്ട് ഈ അടിവശത്തോടൊരു നാരുണ്ട്, അത് അവരെടുത്ത് കളഞ്ഞ്. ഞങ്ങൾ ഇന്നാളി പറഞ്ഞപ്പോഴും അവർ പറഞ്ഞു അത് കുഴപ്പമില്ലെന്ന്. പക്ഷേ ഞാൻ അത് ഇങ്ങനെ ചെറിയ ഇതാണ് ഇത്രയും ഞാൻ വെള്ളത്തിൻ്റെ എടുത്ത് കളഞ്ഞു. കടക്കാർ പറയുന്നത് അയ്യോ അതിരുന്നാൽ കുഴപ്പമില്ലെന്ന്. പക്ഷേ ഞാൻ എടുത്ത് മാറ്റും കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഡബിൾ ജോലിയാണ്. എന്നാലും നമ്മൾ ചെയ്യുന്ന ജെന്യുവിനായിട്ട് ചെയ്യണ്ടേ. എല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് അവസാനത്തെ നിങ്ങളെ കാണിക്കാനായിട്ടൊന്ന് കണ്ടിങ്ങനെ ഞാനൊന്ന് പോന്തും. എന്നിട്ട് ഈ പിച്ചാത്തിയുടെ മോനവശം കൊണ്ടൊന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ ഇരുന്നാണ്ട് ഇങ്ങനെ കുഞ്ഞ് നാരാ. ഇതെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് ഞാനിത് മുഴുവനെയല്ല അച്ചാറിടുന്നത്. ഇത് ഞാൻ 1-2 പീസാക്കും. അങ്ങനെ മുറിച്ചിട്ട് വേണേലും നമുക്ക് എടുക്കാം. പക്ഷേ എനിക്കത് ഒന്നുകൂടെ മെനക്കേടായിട്ടാണ് തോന്നിയത്. മുറിച്ചിട്ട് എടുക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ എടുക്കുന്നതാണ്. അപ്പം ഞാനിത് എല്ലാം എടുത്തു കഴിഞ്ഞു. ഇതാണ് ടൈഗർ പ്രോൺസ്. ഞാനിത് ഒന്ന് കഴുകിയിട്ട് പിന്നെ കുറച്ച് നേരം വിനാഗിരി ഇട്ട് വെക്കും. വിനാഗിരി ഒഴിക്കുമ്പോഴത്തേക്കിന് ഇതങ്ങ് വെളുക്കും, കളറങ്ങ് മാറും. എന്നിട്ട് നന്നായി പിന്നെ വിനാഗിരിയൊക്കെ പുറത്തൊക്കെ വെട്ടി നന്നായി കഴുകുക. ആദ്യത്തെ ആളൊന്ന് കഴുകിയിട്ട് കുറച്ച് നേരം വിനാഗിരി ഇട്ട് വെക്കാം. കണ്ടോ അതിൻ്റെ കളറൂടെ മാറുന്നത്. അപ്പം അതിൻ്റെ അകത്തെ കൊഴുപ്പും വഴുവഴുപ്പൊക്കെ മാറും. അപ്പം അതവിടെ കിടക്കട്ടെ. അതിനുശേഷം പിന്നെ ഇതൊക്കെ ഞാനിത് പാത്രത്തിലാക്കി ഇവിടെ എല്ലാം ഒന്ന് ഒതുക്കിയതിന് ശേഷം പിന്നെ എനിക്ക് അച്ചാറിടണം. ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം പൊളിച്ചെടുത്ത് ഒന്നും ഞാൻ ചെയ്ത് വെച്ചില്ലായിരുന്നു. അപ്പം അതെല്ലാം ഇനിയും ചെയ്യണം. അതിനുശേഷം ഞാൻ അതിൻ്റെ അകത്ത് പ്രോൺസിനകത്ത് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടാണ് ഞാൻ പിന്നെ പോയി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പൊളിച്ചത്. അപ്പോഴത്തേക്കിനെല്ലാം റെഡിയായി. പിന്നെ വറുത്ത് നമ്മുടെ അച്ചാറൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും അവർക്ക് ബോട്ടിലാക്കണം. പിന്നെ അവർക്ക് തന്നെയാണ് ചിക്കൻ്റെയും വേണ്ടിയത്. നമ്മുടെ വിജീസ് കിച്ചൻ അടുക്കളയിലെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്നുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.